ദൈവത്തിൻ്റെ തന്നെ തിരുനാമം ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വിശേഷാൽ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സമയങ്ങളിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവദിനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പ്രിയ സജി ജോർജ് അച്ചായൻ, എൻ്റെ സഹോദരൻ, കുടുംബം, ശേഷം സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, സഭയാ കുടുംബങ്ങൾ, എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം അവിടെ ഇവിടങ്ങളായി എല്ലാവരെയും സൂക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വിശേഷാൽ ദീർഘദിവസങ്ങൾ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥന സഭയുടെ ആത്മീയവും ഭൗതികമായ നിലകളിൽ വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്നും ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ പിന്നിൽ ഏതൊരു കൂട്ടായ്മയിലും ഏതൊരു പ്രാർത്ഥനാ വേളയിലും പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യഭാരങ്ങളൊക്കെ ഉണ്ട്. ദൈവം അതിനെല്ലാം ഉത്തരങ്ങൾ നൽകി തരട്ടെ, അത്ഭുതങ്ങൾ ചെയ്യട്ടെ. എന്നാൽ അതിനപ്പുറം ഈ പ്രാർത്ഥനകൾ നമുക്കുള്ള കുറേ കാര്യങ്ങൾ മാത്രം കേട്ട്, നമുക്കുള്ള കുറേ കാര്യങ്ങൾ മാത്രം പ്രാപിച്ച് സംതൃപ്തരാകുന്നതിനപ്പുറം ദൈവീക പദ്ധതികളുടെ ശക്തമേറിയ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മെ അണിയിച്ചൊരുക്കുന്നതാകട്ടെ, പണിയുന്നതാകട്ടെ ഈ പ്രാർത്ഥന എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിലുടനീളം നിരവധി ഭക്തന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ വിഭിന്നമായ വഴികൾ. ഈ പ്രാർത്ഥനാ വേളകളൊക്കെ നമ്മൾ എടുത്ത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പറയാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ അപേക്ഷിച്ച് അതിൻ്റെ ഉത്തരം നേടിയെടുക്കാനുള്ള ആവേശത്തിനപ്പുറം പുതിയ നിയമത്തിൻ്റെ പ്രാർത്ഥനകൾ വിശേഷാൽ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആമേൻ. ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് ദൈവത്തിൽ നിന്ന് ചിലത് വെട്ടിപ്പിടിക്കാനുള്ളതിനപ്പുറം എന്ത് വിഷയമാണോ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവത്തിൻ്റെ ഇഷ്ടവും ഇച്ഛയും ഒക്കെ വെളിവാക്കുവാൻ, അല്ലെങ്കിൽ അത് അറിയാനുള്ള ദാഹമായിരിക്കും പ്രാർത്ഥനകൾ. ഇവിടെയും അങ്ങനെയാകട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരും, ഞാനത് വിശ്വസിക്കുന്നു. അതിനപ്പുറത്ത് ദൈവത്തിന് തൻ്റെ പദ്ധതികൾ നമ്മളെ അറിയിക്കാനുണ്ട്. അതും കൂടെ കേട്ടു വേണം ഈ യോഗത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വളരെ ശാന്തമായി സാവകാശം ദൈവനെ ഏൽപ്പിച്ച ഒരു വചനഭാഗം നിങ്ങളുമായി പങ്കുവെച്ച് വളരെ വേഗം പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 6-ാം തീയതി ചിന്തിച്ച് തുടങ്ങിയൊരു ഭാഗം, അതിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ഒരു ആമുഖ ഭാഗം മാത്രമാണ് നമ്മൾ വചനത്തിലൂടെ ധ്യാനിച്ചതും ചിന്തിച്ചതുമൊക്കെ. എന്നാൽ അതിൻ്റെ പ്രധാനമായ ഭാഗം ഒന്ന് തൊട്ട് യോഗം അവസാനിപ്പിച്ചു എങ്കിലും പ്രധാനമായതൊന്നും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് കർത്താവ് നൽകിയ നിയോഗത്തോടെ ഞാൻ ആ ഭാഗം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ വായിച്ച അതേ വാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, 7-8 വാക്യങ്ങൾ. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ഞാൻ ഒരു തരത്തിലും നമ്മൾ ഈ സന്ദേശത്തിന് കൊടുത്ത ആമുഖ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ പോകാതെ ഇന്ന് കർത്താവിൻ്റെ ദാസന്മാർ അനുവദിച്ച സമയത്തിനുള്ളിൽ പ്രാർത്ഥനയോടെ ചില കാര്യങ്ങൾ പങ്കുവെച്ച് വളരെ വേഗം ഞാൻ എൻ്റെ സമയത്തെ പൂർത്തീകരിപ്പാൻ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വാക്യത്തെ 2 നിലകളിലാണ് ചിന്തിച്ചു വന്നത്. ഒന്ന്, പൗലോസ് ഈ വാക്യം പറയുവാനുള്ള തൻ്റെ സാഹചര്യം.
രണ്ട്, ആമേൻ, ഇത് പറയുമ്പോഴുള്ള സാഹചര്യവും. രണ്ടാമത്തത്, ഇത് പറയാൻ അല്ലെങ്കിൽ ഇത്രയേറെ മൂല്യമുള്ള, ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ പ്രസ്താവനയ്ക്ക് തന്നെ ഒരുക്കിയെടുത്ത ഘടകം എന്താണ്? സ്തോത്രം. അതാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഭാഗങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ അതിന് ആധാരമായിട്ടാണ് ഈ വചനങ്ങളെ എല്ലാം എടുക്കുന്നത്. നമ്മൾ ദൈവശബ്ദം കേട്ട് ബലം പ്രാപിക്കുന്നു, വെറും കേൾവിക്കാരെന്നതിനപ്പുറം എന്നോട് ദൈവം സംസാരിക്കുന്നു എന്ന ആഴമേറിയ ദാഹത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എനിക്ക് വലിയൊരു പ്രസംഗത്തിനുള്ള ശാരീരികമായ ആരോഗ്യമൊന്നും ഈ ദിവസങ്ങളിലില്ല. ഞങ്ങളുടെ സഭയുടെ ഒഫീഷ്യലായി കുറേ യാത്രകളും എൻ്റെ മുകളിലുള്ള ദൈവദാസന്മാർ ലീഡേഴ്സൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും ഗ്രാമ സന്ദർശനങ്ങളാണ്. ഇന്നും ഏകദേശം 200 കിലോമീറ്റർ ഓടി ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിന് വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഓടി എത്തേണ്ടത് ആവശ്യമായിരുന്നു. ഇവിടുത്തെ കഠിനമായ ചൂടും മറ്റ് ക്ഷീണങ്ങളൊക്കെ നിമിത്തം ഒത്തിരി ഭാരം ശരീരത്തിൽ അനുഭവിക്കുന്നു. കണ്ണ് തുറന്നു വെക്കാനുള്ള ഒരു സ്ഥിതി എനിക്കില്ല. ഭയങ്കര തലവേദനയും ഒക്കെയായി ഭാരപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് വരികയാണ്. നമ്മൾ ഒന്നാം ഭാഗം ചിന്തിച്ചു. പൗലോസ് ഇത് പറയുമ്പോഴുള്ള തൻ്റെ സാഹചര്യം എന്താണ് എന്ന് ചിന്തിക്കുകയും അതിലൂടെയുള്ള പ്രബോധനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. നിരവധി പരിമിതികളിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഈ പ്രബോധനം നടത്തുന്നത്. എല്ലാം തികഞ്ഞ് ഒരാശങ്കയോ ആകുലതയോ ഭാരമോ വേദനയോ ഒന്നുമില്ലാത്തൊരു ഇടത്തല്ല താൻ വിജയത്തിന്റെ പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും പ്രതികൂലത്തിന്റെ നടുവിൽ അവിടെ നിന്ന് ദൈവസഭയോട് പറഞ്ഞ ഭാഗം ഇതാണ്: കർത്താവ് നമ്മൾ കടന്നു പോകുന്ന പരിമിതികളിൽ, നമ്മുടെ ശരീരമോ മാനസികമായ കഷ്ടതകളുടെ നടുവിലൊന്നും ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്ന് തളർന്നു പോകരുത്. നമ്മുടെ ആത്മതലങ്ങൾ തളരരുത്. കരുത്തോടെ നമ്മൾ പുറത്തു വരിക തന്നെ വേണം. രണ്ടാം ഭാഗം പൗലോസ് ഇത് പറയുമ്പോഴുള്ളത് ഇത് പറയുവാനുള്ള അതിപ്രധാനമായ കാരണമാണ്. അത് പലതുണ്ടെങ്കിലും ഒരു ഭാഗം മാത്രമാണ് സഭയോട് പങ്കുവയ്ക്കുവാനുള്ള നിയോഗം. അത് താൻ പ്രാപിച്ച ദർശനമാണ് എന്ന് കഴിഞ്ഞ സന്ദേശത്തിന്റെ അവസാന സമയത്തിൽ നമ്മൾ പറയുകയുണ്ടായി. ആ ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അതാവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ഒരു നിഗൂഢമായ രഹസ്യത്തെ പങ്കുവയ്ക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് ഒരു നിഗൂഢമായ രഹസ്യം പങ്കുവയ്ക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുറെ നാളുകൾക്ക് മുമ്പ്, കുറേയേറെ മാസങ്ങൾക്ക് പുറകിൽ ഈ മുറിക്കകത്ത് ഞങ്ങൾ കുടുംബമായി കഠിനമായ പനിയും ഭാരവും ഒരു പ്രത്യേകമായ വൈറൽ ഫീവർ ഉണ്ടായി. ഒരാൾക്ക് എഴുന്നേറ്റ് അടുത്തൊരാളെ ചികിത്സിക്കാൻ കഴിയാതെ, ശുശ്രൂഷിക്കാൻ കഴിയാതെ, കണ്ണുപോലും തുറക്കാൻ കഴിയാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരുന്ന ഒരു രോഗാവസ്ഥ. എന്നാൽ ആ രോഗസമയത്ത് കർത്താവ് എനിക്കൊരു നിയോഗം തരുന്നു, ദൈവവചനം വായിക്കാൻ. എഴുന്നേറ്റിരിക്കാനുള്ള ആരോഗ്യമില്ല. പക്ഷേ വൈഫിനോട് പറഞ്ഞ് ബൈബിൾ എടുത്തുകൊണ്ട് വാ, ഡയറി എടുത്തുകൊണ്ട് വാ. അവൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. ഞാൻ ദൈവവചനം വായിക്കാനായി എടുത്ത ഭാഗത്തിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നത് ഈ വചനഭാഗത്തേക്കാണ്. ഇവിടെ പലയാവർത്തി ആ വചനം വായിച്ചു. ഞാൻ ഈ സന്ദേശങ്ങൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഒരു പ്രസംഗം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇരുന്ന് കുത്തിക്കുറിച്ച് തയ്യാറാക്കിയ സന്ദേശമല്ല. ഇവിടെയുള്ള ജീവിതയാത്രകളിൽ, കഷ്ടതയുടെ സമയങ്ങളിൽ, സുഖദുഃഖ സമ്മിശ്ര അനുഭവങ്ങളിലൊക്കെ
ഒരു കരുത്തുള്ള ശുശ്രൂഷയ്ക്കായി പലപ്പോഴും ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദങ്ങളാണ് ഞാൻ ഇന്ന് ഈ ദിനങ്ങളിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് അതിനകത്തൊരു വലിയ ആവേശത്തിമിർപ്പോ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിന്നെയും കൊല്ലും ഞാനും ജാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളൊക്കെ വരുമ്പം നിങ്ങളെ മൂപ്പിച്ച് ഞങ്ങളും മൂത്ത് ഇങ്ങനെ കട്ടക്ക് നിന്ന് പോകുന്നൊരു സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അത്തരത്തിലൊരു ആവേശമൊന്നും ഇല്ലാതെ വളരെ ഗൗരവമേറിയ ദൈവം ആത്മീയ തലങ്ങളിൽ ബലപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഏകദേശം വളരെ ഗൗരവമേറിയ രഹസ്യത്തെ സഭയോട് തുറന്നു പറയുക. ഞാൻ ഈ വാക്യം, വിശേഷം 2-ാം വാക്യം, പലയാവർത്തി ആ വാക്യം തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചു. അപ്പോഴൊക്കെ നോക്കൂ, നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയാൽ ഒറ്റ വായനയിൽ ഒരു സാമാന്യ അറിവ് മാത്രമാണ് കിട്ടുന്നത്. ഒറ്റ വായനയിൽ ഒരു സാമാന്യ അറിവ് മാത്രമാണ് കിട്ടുന്നത്. നമുക്കറിയാം, ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ക്രിസ്തു ദർശനത്തെ കുറിച്ചാണ് താൻ ഇവിടെ പറയുന്നത്. കർത്താവിന്റെ ദർശനങ്ങളെ കുറിച്ചാണ് താൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് തനിക്കുണ്ടായ അനുഭവം, അതും നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കണ്ടു എന്ന് പറയാതെ മൂന്നാമതൊരുവനെ പരിചയപ്പെടുന്ന നിലയിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് താൻ പ്രാപിച്ച ആ ഗൗരവമേറിയ ദർശനത്തെ പങ്കുവെക്കുകയാണ്. നോക്കുമ്പോഴറിയാം, നമ്മൾ സാമാന്യ വായനയിൽ ആ വാക്യത്തോട് സമീപിച്ചാൽ, ഒരൊറ്റ നോട്ടത്തിൽ ആ വാക്യത്തോട് സമീപിച്ചാൽ ഒരറിവ് മാത്രമാണ് കിട്ടുന്നത്. എന്താണ് അറിവ്? 14 വർഷം മുന്നേ പൗലോസ് അപ്പോസ്തലൻ 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്നൊരു അറിവാണ്. എന്നാൽ ഈ വാക്യം വെറും ഒരറിവല്ല, അറിവിനപ്പുറം ഒരു വെളിപ്പാടാണ്. അറിവിനപ്പുറം ഒരു വെളിപ്പാടാണ്. എന്താണ് ആ വെളിപ്പാട്? ആ വാക്യം ഇടനിറഞ്ഞു വായിക്കണം. ഒരു കാര്യം മനസ്സിലാകും, പലയാവർത്തി വായിക്കുമ്പോഴും ആ വാക്യത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല തിരിച്ചറിവ് ഇതാണ്, വെളിപ്പാട് ഇതാണ്. നിങ്ങൾ നോക്കിയേ, 3-ാം സ്വർഗം കയറിയ കാര്യം 14 വർഷമായിട്ടും അതിനെ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നൊരു ഗൗരവമേറിയ കാര്യം. 3-ാം സ്വർഗം ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പ്രാപിച്ചാലോ അല്ലെങ്കിൽ കൊടുത്താലോ വാങ്ങിച്ചാലോ 4 ആൾ അറിയും വിധത്തിൽ ഉയർത്തിപ്പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ തലമുറ. എന്നാൽ 3-ാം സ്വർഗം കയറിയ കാര്യം 14 വർഷം വരെ പൗലോസ് അപ്പോസ്തലൻ രഹസ്യമായി സൂക്ഷിക്കുന്നു. എന്തുകൊണ്ട് രഹസ്യമായി സൂക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തൊട്ടടുത്ത വാക്യങ്ങളിൽ 4-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നുണ്ട്, നീ അവിടെ കണ്ട കാര്യം പറയരുത്, മനുഷ്യരാരും ഉച്ചരിച്ചുകൂടാത്തതും ആരും അറിഞ്ഞുകൂടാൻ മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവിടെ കേട്ടു എന്ന് പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ കണ്ട ദർശനം ആരോടും പറയാനുള്ളതല്ല, ആരോടും അറിയിക്കാനുള്ളതല്ല. എങ്കിലും താൻ അതിനെ 14 വർഷം വരെ രഹസ്യമായി സൂക്ഷിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇനി പൗലോസിന്റെ സ്ഥാനത്ത് ഞാനാണല്ലോ, നമ്മളാണെങ്കിലോ, അല്ലെങ്കിൽ ഈ തലമുറയിൽ അഗ്രഗണ്യരാണെങ്കിലോ 3-ാം സ്വർഗം വരെ കയറാനൊരു അവസരം നമുക്കൊന്ന് കിട്ടിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമ്മൾ താഴെ ഇറങ്ങി 14-ാമത്തെ മിനിറ്റിൽ നമ്മൾ വൈറലാ. ഇന്നത്തെ തലമുറയുടെ ഇന്നത്തെ കാലം വെച്ച് പറയാം, 3-ാം സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി 14-ാമത്തെ മിനിറ്റിൽ നമ്മൾ വൈറലാവും. പക്ഷേ ഇനി മാത്രമല്ല, അടുത്തൊരു മീറ്റിങ്ങിൽ നമ്മുടെ പേര് വെക്കുമ്പോൾ ബ്രാക്കറ്റിൽ റിജു ജോസഫ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കും 3-ാം സ്വർഗം കയറിയ പുള്ളി. എന്നിട്ട് അടുത്ത ആളെ വിളിച്ചിട്ട് ചോദിക്കും, പാസ്റ്ററെ ആ 3-ാം സ്വർഗം കയറിയ പുള്ളിയെ കിട്ടുമോ? അടുത്ത നോട്ടീസ് അടിക്കുമ്പോൾ നമ്മൾ പറയും 3-ാം സ്വർഗം കയറിയ പുള്ളി നമ്മുടെ സഭയിലും വരുന്നുണ്ട്, 3-ാം സ്വർഗം കയറിയ പുള്ളി നമ്മുടെ വീട്ടിലൂടെ ഒന്ന് വിടാമോ എന്ന് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ദൂതുകൾ കൊണ്ട് ഫേമസ് ആയ കുറെ ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഭൂകമ്പം പ്രവചിച്ച ഒരാളെ, പക്ഷെ ആ ഭൂകമ്പം പറഞ്ഞ ആളെ ഞങ്ങൾക്കൊന്ന് കിട്ടുമോ? കുവൈറ്റ് പ്രവചിച്ച ആളെ നമുക്കൊന്ന് കിട്ടുമോ? സ്തോത്രം. പണ്ട് ഞാൻ നമ്മുടെ കുമ്പനാട്
ഹെബ്രോനിൽ നമ്മൾ IPCയുടെ ഒരു ശുശ്രൂഷകന്റെ വീട്, ഒരു സഭയുടെ അവിടുത്തെ ഒരു അംഗമായ വിശ്വാസിയായ ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നു. സഭാപാസ്റ്റർ ഇവിടെ, ഞാനിപ്പുറത്തിരിക്കുന്നു. ഉടനെ എൻ്റെ ദൈവമക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരമ്മാമ വന്ന് അടുത്തൂടെ വന്നൊരു പാസ്റ്ററോട് ചോദിച്ചു, ഇന്നലെ വന്ന പാസ്റ്റർ നമ്പർ ഒന്ന് തരാമോ? ഉടനെ പാസ്റ്റർ പറഞ്ഞു, തരാമല്ലോ. എന്നിട്ട് പാസ്റ്റർ രസകരമായി ചോദിച്ചു, ഈ പാസ്റ്റർ നമ്പർ വേണോ? പാൻറ്റി പറഞ്ഞു, യോഗം കഴിയട്ടെന്ന്. കാരണം ഐറ്റം ഏതാണെന്ന് അറിഞ്ഞിട്ട് നമ്പർ വാങ്ങിച്ചാൽ മതി. അമ്മേ, യോഗം കഴിയട്ടെ. ഈ ഒത്തിരി ദൈവമക്കളെയും പാസ്റ്റർമാരെയും വിശ്വാസികളെയും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് ആവേശമായി. ഞാനന്ന് ഇളകാത്ത രാജ്യം പ്രസംഗിച്ചു. കൃപയാൽ ആരും ഇളകിയില്ല, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. പാസ്റ്റർമാർക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു, എനിക്കും ഭയങ്കര സംതൃപ്തിയായിരുന്നു. ആരും ഇളകിയില്ല. അപ്പൊ ഈ അമ്മാവൻ നമ്പർ വാങ്ങിച്ചില്ല. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. യോഗം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇന്നലെ വന്നു എന്ന് പറയുന്ന പാസ്റ്റർ എൻ്റെ കൂട്ടുകാരൻ തന്നെ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്തോ കിട്ടി? അപ്പൊ ഞാൻ പറഞ്ഞു, അന്നേരം കവർ തുറന്നത്. സ്തോത്രം, നിങ്ങൾ നോക്കണ്ട, എന്തോ കിട്ടിയെന്ന് ഞാൻ പറയില്ല. എങ്കിലും എന്നെ വിളിച്ച പുള്ളിയുടെ അവതരണം കണ്ടപ്പം എനിക്ക് കിട്ടിയത് എന്തോ ഒരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. സ്തോത്രം, ആ സമയത്ത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്കെന്തോ കിട്ടി? ഞാൻ പറഞ്ഞു, എനിക്കതുണ്ട്. ഓ, നിനക്ക് അത്രേ കിട്ടിയുള്ളോ? ആ ചോദ്യം എന്നെ വളരെ വിഷമത്തിലാർത്തി, ഏതാണ്ട് നഷ്ടബോധം എനിക്ക് തോന്നി. അപ്പൊ എന്നോട് ചോദിച്ചു, എനിക്കും അത്രയൊക്കെ കിട്ടിയുള്ളായിരുന്നു, പക്ഷേ ഞാൻ 1-2 പേരോടൊക്കെ ദൂത് പറഞ്ഞു, 2 പേരോട് ആലോചന പറഞ്ഞു, 2 പേര് വീട്ടിൽ വിളിച്ചു. അപ്പൊ ആ കുമ്പനാട് സൈഡിലേക്ക് ഒരു നാട്ടു നടപ്പാണ്. ദൂത് പറയുന്നവരെ യോഗം കഴിയുമ്പോൾ പേഴ്സണലായിട്ടൊരു ചെറിയ കൂടിക്കാഴ്ചയുണ്ട് യോഗം കഴിഞ്ഞ് പോകുന്നവര്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ പുള്ളി കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ലാഭമായിരുന്നെന്ന്. എന്നിട്ട് എന്നോട് എടുത്തു ചോദിച്ചു, അത് പോട്ടെ, നീ ഏതാ പ്രസംഗിച്ചേ? ഞാൻ പറഞ്ഞു, ഇളകാത്ത രാജ്യം. ഉടനെ എന്നോട് പറഞ്ഞു, അതിനത്രേ കിട്ടത്തുള്ളെന്ന്. മോനെ, മോളെ, ചക്കരെ, മുത്തെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കാൻ ആളുകളുണ്ട്. ആമേൻ. എന്നാൽ ദൈവത്തിന് അതിന്റെ നിലയിൽ പറയുമ്പോൾ എനിക്ക് അന്നേരം അത് രസകരമായി തോന്നി. പിന്നീട് ഞാനതിനെ ഗൗരവമായി ചിന്തിച്ചു. എന്നിട്ട് അവൻ എന്നോട് എടുത്തു ചോദിച്ചു, കുമ്പനാട്ടൊക്കെ ചെന്ന് ആരെങ്കിലും ഇളകാത്ത രാജ്യം പറയുമോ എന്നാണ്. കുമ്പനാട്ടം എന്നല്ല, ആർക്കും വേണ്ട. സ്തോത്രം, ആർക്കും വേണ്ട. നമ്മളെക്കുറിച്ച് വല്ലതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ സുഖിപ്പിച്ച് മുകളിലോട്ട് നിർത്തി ദൈവം കർത്താവ് വന്നില്ലേലും, സ്തോത്രം, ആമേൻ, ഒന്നും നേടിയില്ലേലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന ചിന്താഗതിയൊക്കെയാണ് ഈ തലമുറയിൽ അലട്ടുന്നത്. സ്തോത്രം, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നമ്മളിവിടെ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിവിടെ കുറെ ദൈവദാസന്മാരുമായി ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, നാട്ടിലാണ് ഒരു 5-6 ഗ്രീക്കെങ്കിലും ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ പ്രസംഗം വളരെ ലോ റേഞ്ച് മെസ്സേജ് ആയിപ്പോവും, ലോ ലെവൽ മെസ്സേജ് ആയിപ്പോവും. നാട്ടിലാണ് ഗ്രീക്കിൻ്റെ ഇവിടെ ആകുമ്പം അതൊന്നും പാടില്ല. സ്തോത്രം, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കർത്താവിനെ ഏറ്റു പറയും. ഇന്നൊരാളെ ഒരു കലങ്ങി പറഞ്ഞൊരു വെള്ളത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ഒരു നാട് മുഴുവനും വിറപ്പിച്ച് നടന്ന ഒരു ദുഷ്ടനായൊരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം കരത്തിന് ബലം നൽകി. സ്തോത്രം, അവരൊക്കെ കുഞ്ഞുങ്ങളെ പോലാണ് ദൈവദിനത്തിന് മുമ്പിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സ്തോത്രം പറഞ്ഞു വന്ന ആ ഭാഗം ഇങ്ങനെ ഞാനങ്ങ് വിട്ടുപോയി. സ്തോത്രം, ഞാൻ മടങ്ങി വരിക. അപ്പോൾ സാമാന്യം അറിവിനപ്പുറം ഒരു വെളിപ്പാട് നൽകുകയാണ്. എന്താണ്? 3-ാം സ്വർഗം കയറിയ കാര്യം. ഗൗരവമായി പറഞ്ഞു, ഇത് നീ ആരോടും പറയരുത്. ആരും അറിയരുത് എന്ന് പറഞ്ഞ വിഷയം 14 വർഷം രഹസ്യമായി സൂക്ഷിച്ചു. 14-ാമത്തെ വർഷം നിർബന്ധിതനായി പറയുന്നു. അതല്ലേ ആദ്യ വാക്യം തുടങ്ങുന്നത്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർബന്ധം കൊണ്ട് താൻ അതിനെ പറയുകയാണ്. സ്തോത്രം. അപ്പോൾ നിർബന്ധത്തിൽ താനൂടെ പറയുമ്പോൾ നിങ്ങൾ നോക്കണം, 14 വർഷം മുന്നേ കയറി, 14 വർഷം മുന്നേ സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ എന്നാണ് ഈ 14 വർഷം? എന്നാണ് 14 വർഷം? കൊരിന്ത്യ ലേഖനം എഴുതുന്നത് AD 56-ലാണ്. AD 56. അവിടുന്ന് 14 വർഷം പുറകോട്ട് ചിന്തിക്കണം.
കൊരിന്തി ലേഖനം എഴുതുന്നത് AD 56 നിന്ന് 14 വർഷം പുറകോട്ട് ചിന്തിക്കുമ്പോൾ AD 42. AD 42ന്റെ പ്രത്യേകത എന്താ? അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെട്ടതിൻ്റെ ആദ്യ നാളുകളാണ് ഈ AD 42 എന്ന ആ കണക്ക്. അപ്പൊ 14 വർഷം മുന്നേ ഞാൻ 3-ാം സ്വർഗത്തിൽ കയറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ പടികളിൽ തനിക്ക് എന്തുണ്ടായി? ക്രിസ്തുവിനോടുള്ളൊരു കൂടിക്കാഴ്ച. നിങ്ങൾ എത്ര നോക്കിയാലും, നമ്മൾ ഇനി എത്ര പഠിച്ചാലും അവിടെ എന്ത് കണ്ടു, എന്ത് പറഞ്ഞു എന്ന് തെളിവാക്കിയിട്ടില്ല. പക്ഷേ ഈ ഇന്ന് നമ്മൾ കാണുന്ന പോലെ സ്വർഗം കണ്ടു എന്ന് പറഞ്ഞ് നടക്കുന്ന പൂന്തോട്ടം കണ്ടു, അരുവി ഒഴുകുന്ന കണ്ടു, ദൂതന്മാരെന്ന് എഴുതുന്ന കണ്ടു എന്നൊന്നും പറയുന്ന തരത്തിലുള്ള കാഴ്ചകളല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള സ്വർഗീയ ഭവനം തുറന്നു കാണിച്ചു, സ്വർഗരാജ്യത്തിന്റെ ആ അവസ്ഥ തുറന്നു കാണിച്ചെന്നോ എന്നല്ല. ഒരു സ്വർഗീയ കൂടിക്കാഴ്ച, ഒരു സ്വർഗീയ ദർശനം, ക്രിസ്തുവിനെ അഭിമുഖമായി കണ്ട ഒരു ദൈവിക ഇടപെടലിന്റെ ആഴം അത് തനിക്ക് അവിടെ കിട്ടി. ഞാന് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഗൗരവമായി ദൈവമക്കളോട് പറയാം. പൗലോസ് 3-ാം സ്വർഗത്തോളം കയറി 14 വർഷം തന്നെ രഹസ്യമായി സൂക്ഷിച്ചു. പക്ഷേ തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ പടിയിൽ ആരാലും വർണ്ണിച്ചൊതുക്കുവാൻ കഴിയാത്ത നിലയിൽ തനിക്ക് കിട്ടിയ ആഴമേറിയ ദർശനം പോലെ ഞാൻ ചോദിക്കട്ടെ, അത്തരത്തിലൊരു ആത്മീയ സന്ദർശനം, ആത്മീയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ 4-ാം തലമുറക്കാരെന്ന് പറയുന്നവർ, 3-ാം തലമുറക്കാരെന്ന് പറയുന്നവർ, പാരമ്പര്യ ബന്ധക്കോസുകാരെന്ന് പറയുമ്പോൾ, എല്ലാം തികഞ്ഞവരെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ക്രിസ്തുവിനെ അഭിമുഖമായി കണ്ട കൂടിക്കാഴ്ചകൾ നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേക അനുഭവം പറയാൻ നമുക്കുണ്ടോ? ആ കൂടിക്കാഴ്ചയാണ് ഒരു വിധത്തിൽ തൻ്റെ നല്ല ലക്ഷ്യപ്രാപ്തിക്ക് തന്നെ ഒരുക്കിയെടുത്തത്. പ്രിയരെ, എവിടെയാ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 102-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യത്തിൽ താൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ മുഖം ഞാൻ കഷ്ടതയുടെ നടുവിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിന്റെ മുഖം എനിക്ക് പ്രകാശിപ്പിക്കണമെന്ന് പറയുന്നു. മുഖം മറയ്ക്കരുതെന്ന് താൻ പറയുകയാണ്. ആമേൻ. മുഖം മറയ്ക്കരുത് എന്നുള്ള പ്രാർത്ഥന ഒരു കാര്യസാധ്യമായിട്ടോ അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കണമെന്നോ വിടുവിക്കണമെന്നോ കഷ്ടതയുടെ നടുവിൽ ദൈവം മനസ്സലിയണമോ എന്നൊക്കെ നമുക്കതിനെ ചിന്തിക്കാമെങ്കിലും ദൈവത്തിന്റെ മുഖപ്രകാശം കേവലം കുറെ കാര്യസാധ്യങ്ങളിൽ മാത്രമല്ല, നമ്മളോട് അഭിമുഖമായി തൻ്റെ തേജസ്സിന്റെ ആഴങ്ങളെ തുറന്നു കാണിക്കാൻ കൊതിയുള്ളൊരു കർത്താവാണ് നമ്മുടെ ദൈവം. സ്തോത്രം. 3-ാം സ്വർഗത്തിന്റെ വെളിപ്പാടൊന്നും പൗലോസിനെ പോലെ കിട്ടിയില്ലെങ്കിലും ക്രിസ്തുവിനെ അഭിമുഖമായി കണ്ട ഒരു രോഗത്തിനോ ഒരു പ്രശ്നത്തിനോ ഒരു പ്രതികൂലത്തിനോ യാതൊന്നിനും ഉടച്ചു കളയാൻ കഴിയാത്ത ഒരു കൂടിക്കാഴ്ച കർത്താവുമായിട്ട് പ്രാപിക്കാൻ കഴിയുമോ? ഇന്ന് കർത്താവിനെ ആർക്കും വേണ്ട. കർത്താവിനെ വേണ്ട. ദാനം മതി, ദാതാവിനെ വേണ്ട. എല്ലാവർക്കും ദാനം മതി, വിടുതൽ മതി. ദൈവം അവിടെ ഇരുന്നോട്ടെ, ദൈവം അവിടെ ഇരുന്നോട്ടെ, അത്ഭുതങ്ങൾ പോന്നോട്ടെ, നന്മകൾ വന്നോട്ടെ, ദൈവം അയക്കുന്നതെല്ലാം ഇങ്ങ് പോന്നോട്ടെ, ദൈവം അവിടെ ഇരുന്നോട്ടെന്ന് പറയുമ്പോൾ അല്ല, ദാനത്തെക്കാൾ വലുതാണ് ദാതാവ്. അത്ഭുതങ്ങളല്ല സഹോദരങ്ങളെ വലുത്, അത്ഭുത മന്ത്രിയാണ് വലുത്. ദാനമല്ല വലുത്, നമ്മുടെ അരുമനാഥനായ കർത്താവാ വലുത്. രോഗസൗഖ്യമല്ല വലുത്, സൗഖ്യമാക്കുന്നവനാണ് വലുത്. പടക് നിറയെ മത്സ്യം വാരിക്കൂട്ടിയ പത്രോസ് പറഞ്ഞു, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകണമെന്ന് പറയുമ്പോൾ പടക് നിറയെ മീൻ വാരി കൂട്ടിയിട്ട് വാട്ട് എ വണ്ടർഫുൾ മിറക്കിൾ എന്നൊന്നും പറഞ്ഞ് താൻ അവിടെ ആവേശം കൊള്ളുകയല്ല. ആർക്കും കിട്ടാത്ത അത്ഭുതം എന്റെ പടകിൽ നടന്നെന്ന് പറഞ്ഞ് പത്രോസ് ആവേശം കൊള്ളുകയല്ല. മറിച്ച് താൻ അവിടെ പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. സ്വത്രം. എന്താണ് അതിന് കാരണം? പറയാം. പത്രോസ് കണ്ടത് കിട്ടിയ മീനല്ല, കൊടുത്ത കർത്താവിനെയാണ്. കിട്ടിയ മീനല്ല, പടക് നിറയെ വാരിക്കൂട്ടിയ മീനല്ല താൻ കണ്ടത്,
വല നിറയെ വെട്ടിപ്പിടിച്ച മീനുകളല്ല താൻ കണ്ടത്. കൊടുത്ത കർത്താവിന്റെ മഹത്വം കണ്ടവൻ പറഞ്ഞു, ഞാൻ പാപി എന്ന് പറഞ്ഞ് താൻ തന്നെത്താൻ സമർപ്പിക്കുകയാണ്. പ്രിയരെ, കർത്താവിനെ യഥാർത്ഥമായി കണ്ടവരാരും എവിടെയും ലജ്ജിച്ചു പോയിട്ടില്ല. സ്തോത്രം. കർത്താവിനെ മുഖാമുഖമായി കണ്ടവരാരും എവിടെയും ലജ്ജിച്ചു പോയിട്ടില്ല. പഴയ നിയമത്തിൽ അറിയാമല്ലോ, പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തേരസ് കണ്ടിറങ്ങിയ മോശ ആമേൻ. ഒരു സമയമായപ്പോ തമ്പുരാൻ പറയുന്നുണ്ട്, ദൈവം പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കുകയില്ല എന്ന് പറയുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തോട് ആമേൻ മോശയുടെ ആഗ്രഹം ആമേൻ ആ ദൈവം പറഞ്ഞ വാക്കിനോട് സമ്മതം മൂളുകയല്ല, പകരം താൻ പറഞ്ഞ, ദൈവമേ, തിരുസാന്നിധി എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ദൈവം കൂടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ക്രിസ്തുവിനെ ദർശിച്ചില്ലെങ്കിൽ നമ്മുടെ യാത്ര പരാജയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കാര്യസാധ്യം മാത്രം മതിയോ? വിടുതൽ മാത്രം കിട്ടിയാൽ മതിയോ? മുഴ മാത്രം മാറിയാൽ മതിയോ? കടഭാരം മാത്രം മാറിയാൽ മതിയോ? ഒരു സുഖജീവിതം ലഭിച്ചാൽ മതിയോ? ക്രിസ്തീയ ജീവിതം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, ക്രിസ്തീയ ജീവിതം സുഖജീവിതമല്ല. ക്രിസ്തീയ ജീവിതം ജയജീവിതമാണ്. സുഖജീവിതമല്ല. രോഗങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, കഷ്ടതകളില്ലാത്ത, BP ഇല്ലാത്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഒരുതര യന്ത്രമനുഷ്യന്റെ ജീവിതമല്ല. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ ക്രിസ്തു വാഗ്ദാനം ചെയ്തത് കഷ്ടത്തിന് തക്കതായ പരിഹാരങ്ങളല്ല, ജയമാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ജയം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകൾ കൊണ്ട്, ഈ ഉപവാസം കൊണ്ട്, നിങ്ങൾ കഴിക്കുന്ന അഭയാചനകൾ കൊണ്ട്, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നത്തെ ബത്തപ്പാടുകൾ മാത്രം മാറിയാൽ മതിയോ? ഇന്നത്തെ പ്രശ്നങ്ങൾ മാത്രം മാറിയാൽ മതിയോ? പ്രശ്നങ്ങളില്ലാത്ത, പ്രതിബന്ധങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതത്തിലാണോ നിങ്ങൾ ആത്മീയതയുടെ വിജയം അളക്കുന്നത്? അവിടെയാണോ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമെന്ന് കരുതുന്നത്? അല്ല. ആമേൻ. പ്രതികൂലങ്ങളുടെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സ്നേഹമുണ്ട് പ്രിയരെ. ഉടരബാല ശരധന സനാതരാദിയ. കാര്യസാധ്യം മാത്രം മതിയെങ്കിൽ, മുഴ മാത്രം മാറിയാൽ മതിയെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ഒന്ന് അകന്നാൽ മതിയെങ്കിൽ, വലിയ ഭക്തിയൊന്നും വേണമെന്നില്ല, വലിയ വിശുദ്ധിയൊന്നും വേണമെന്നില്ല. സ്വതന്ത്രം. ഇസ്രായേലിന് മന്ന കൊടുത്തത് 21 മറുപടി അല്ല, പിറുവിറുപ്പിന്റെ മറുപടിയാണ്. സ്തോത്രം. ഇറച്ചി കൊടുത്തത് വിശുദ്ധ ജീവിതത്തിന്റെ മറുപടി അല്ല, ദൈവത്തോടുള്ള മത്സരത്തിന്റെ മറുപടിയാണ്. മോശ അടക്കം ദൈവത്തോട് ചോദ്യം ചെയ്തില്ലേ? ഞാനിവരെ ഗർഭം ധരിച്ചോ? ഞാൻ വിളിച്ചോണ്ട് വന്നോ? മോശ ചോദിക്കുക, ഞാനിവരെ ഗർഭം മിസ്രൈമിൽ നിന്ന് എണ്ണി 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 ഇറക്കിയ ദൈവത്തോട് ഇപ്പൊ മോശ തിരിച്ചങ്ങോട്ട് കണക്ക് പറയാ, എൻ്റെ കൂടെ 6 ലക്ഷം കാലാളുകളുണ്ടെന്ന്. ദൈവത്തെ പഠിപ്പിക്കാൻ, ദൈവത്തെ നിയന്ത്രിക്കാൻ, ദൈവത്തെ ബോധിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. സർവവും അറിയുന്ന സർവശക്തനായ ദൈവം. ഇപ്പൊ ദൈവത്തോട് മോശ ചോദിക്കുക, ഞാനാണോ ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത്? ഞാൻ ഗർഭം ധരിച്ചു? നിസാര ഭക്ഷണത്തിന് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി, ജനത്തിന്റെ പിറുപിറുപ്പ് നിമിത്തം മോശയടക്കം ആമേൻ ദൈവസന്നിധിയിൽ അസ്വസ്ഥനാകുകയാണ്. ഉടനെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഇറച്ചി തരാം. ഞാൻ ഇറച്ചി തരാന്ന് പറഞ്ഞപ്പോഴേ മോശ തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, നീ തരാന്ന് മാത്രം പറഞ്ഞാൽ മതി. ആമേൻ. എന്ന് വെച്ചാൽ ഫീൽഡിൽ നിൽക്കുന്ന ഞാനാ, നീ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൂടെ 6 ലക്ഷം കാലാളുകളുണ്ട്, ഇവർക്കൊക്കെ കാളയ്ക്കും മത്സ്യത്തിനും ഞാൻ എവിടെ പോകാനാന്ന്? നീ എവിടെ പോകാനാ മോശേ? പറഞ്ഞത് ദൈവമാണെങ്കിൽ തരാനും അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. സ്തോത്രം. മന്നയൊക്കെ ഒരല്പം അധികം പറക്കിയാൽ എന്ത് ചെയ്യും? ക്രമിച്ചു പോകും. അതിൽ തന്നെ മനസ്സിലാക്കണം, അത്ഭുതങ്ങൾ, ചെരുപ്പ്, ഉടുപ്പ്, ഇറച്ചി
എല്ലാം അന്നന്നത്തെ ആവശ്യത്തിന് കൃപ തോന്നി ദൈവം നൽകുന്ന ദാനം മാത്രമാണ്. അതിനെ വെട്ടിപ്പിടിക്കാൻ വ്യഗ്രത കാണിക്കണ്ട. കൃപ തോന്നി ദൈവം അത് അനുവദിച്ചു തരും. തന്നാൽ ആമേൻ, ഇല്ലെങ്കിലും ആമേൻ. സ്തോത്രം. ആമേൻ. ഈ എന്റെ വിഷയം അതല്ലെങ്കിലും അത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മളുമായി വളരെ നമ്മുടെ ചിന്തയുമായി വളരെ വ്യത്യസ്തമായൊരു ഭാഗമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് കർത്താവിന്റെ വരവ് സംബന്ധിച്ച് സംസാരിക്കുമ്പോഴുള്ള ഭാഗമാണ്. പ്രത്യാശയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, മറ്റു ചിലർ ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ വിടുതൽ. ഇംഗ്ലീഷിലൊക്കെ ആ വാക്കുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലേ. അവർ ഡെലിവറൻസിനെ ആക്സെപ്റ്റ് ചെയ്തില്ലെന്നാ പറയുന്നത്. വിടുതലിനെ എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. തമിഴാണ് എനിക്ക് അല്പം കൂടി ഇഷ്ടപ്പെട്ട ഭാഗം. വിടുതலை പെற்றுക്കൊള്ളതற்கு സമ്മതമില്ലാമൽ എന്ന് വെച്ചാൽ വിടുതൽ സ്വീകരിക്കാൻ അവർക്ക് സമ്മതമല്ലായിരുന്നെന്ന്. ഇന്ന് നമുക്ക് എന്തേലും ഇച്ചിരി സമ്മതം ഉണ്ടേ അതിനേ ഉള്ളൂ. അവര് പറയാ വിടുതൽ സ്വീകരിക്കാൻ അവർക്ക് സമ്മതമല്ല. അവര് ചോദിച്ചത് ഏറ്റവും നല്ല വിടുതലല്ല, ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പാണ്. പൂർവഭക്തന്മാര് സമ്മതമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനമാണ് നമ്മൾ കരഞ്ഞും നിലവിളിച്ചും വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട് ഇതിനെ ചവറന്നെണ്ണിയെന്ന്. അതിനെ അതിനെ വിസർജ്യ വസ്തു എന്ന് കരുതിയെന്നാണ് യഥാർത്ഥ കൃത്യമായ അർത്ഥത്തിലേക്ക് വരുമ്പോൾ. പൂർവികന്മാർ വേണ്ടെന്ന് വെച്ച സ്ഥാനമാനങ്ങൾ കൃപ തോന്നി ദൈവം തരുന്നതിനൊക്കെ ആമേൻ. അതല്ലാതെ ആമേൻ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആവേശവും നമുക്ക് വേണ്ട. ദൈവം തരുന്നതിനൊക്കെ സ്വോത്രം പറഞ്ഞോണം. ദൈവം അനുവദിച്ച പദവിക്ക് സ്വോത്രം പറഞ്ഞോണം. അത് നിഗളിക്കാനുള്ളതല്ല. നിങ്ങളെല്ലാം ജോലിക്കാരാണ്, നിങ്ങളെല്ലാം കർത്താവിന്റെ വേലക്കാരാണ്. ഒരു കാര്യം പറയാം, ഈ ജോലി, ഈ പൊസിഷൻ, ഈ സാലറി, നിങ്ങൾക്ക് ദൈവം തന്ന ഇരിപ്പിടങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ തന്നതല്ല. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ തന്നതല്ല. ഈ കുടുംബം, ഈ തലമുറ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല പൊസിഷൻ ആണെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്നത് ഉന്നതമേറിയ ജോലിയിലാണെങ്കിൽ പറയാം, ഇത് നിങ്ങൾക്കും വരും തലമുറകൾക്കും മാത്രം ജീവിതം സെറ്റിൽ ചെയ്യാനുള്ളതല്ല, നിങ്ങൾക്ക് മാത്രം സുരക്ഷിതരാകാനുള്ളതല്ല. ഇത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനുള്ളതാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ ഹിതങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണ്. സ്തോത്രം. ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പദവികളെ ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ പൊസിഷൻസിനെ ദൈവം ഉപയോഗിക്കട്ടെ. നിങ്ങൾക്ക് ഉയർച്ചകൾ നൽകട്ടെ. പക്ഷെ അതിനപ്പുറം ദൈവം ഇത് തന്നതിൽ ദൈവത്തിന് ഗൗരവമേറിയ ഉദ്ദേശങ്ങളുണ്ട്. അത് പൂർത്തീകരിക്കാൻ ഈ നെഹമ്യാവിന് രാജകീയമായ ഡ്യൂട്ടിയുണ്ട്, അല്ലേ? രാജകീയം. തനിക്കുള്ളവരെല്ലാം നിലവിളിക്കുമ്പോൾ എനിക്ക് മാത്രം ഇതൊന്നും ഏശയില്ലല്ലോ എന്ന് പറഞ്ഞ്, ഞാൻ ഇവിടെ സേഫ് ആണല്ലോ എന്ന് പറഞ്ഞ് താൻ സ്വാർത്ഥനാകുക അല്ല ചെയ്തത്. ആമേൻ. താൻ കണ്ണുനീരോടെ തൻ്റെ പൊസിഷൻസിനെ, തൻ്റെ പദവികളെ താൻ എന്ത് ചെയ്യുന്നു? അടുത്ത വേലയ്ക്കായി മതിൽ പണിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. പ്രിയരെ, നിങ്ങളിലൂടെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണി നടക്കട്ടെ. നിങ്ങൾ ഫീൽഡുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ സഭ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ പിരിവ് കൊടുക്കുന്ന കാര്യമോ, നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന പണത്തിന്റെ കാര്യമോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അധരങ്ങളിലൂടെ സുവിശേഷം ഉദ്ഘോഷിക്കപ്പെടണം.
നിങ്ങളുടെ കരങ്ങളിലൂടെ, നിങ്ങളുടെ സമയങ്ങളിലൂടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തി നടന്നിരിക്കണം. ആമേൻ പറയാമോ? സ്തോത്രം. വഴിമാറിപ്പോയത് കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. പ്രിയരെ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കും. നിങ്ങൾക്ക് കാര്യസാധ്യം മാത്രം മതിയെങ്കിൽ വലിയ ഭക്തിയൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ഒരു വിടുതൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്കിതൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് മന്ന വേണോ, മഹത്വം വേണോ? ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് വരുന്ന ദൈവമക്കളോട് ചോദിക്കുന്നു, മന്ന മതിയോ, മഹത്വം മതിയോ? മന്ന മതിയെങ്കിൽ ഇപ്പോഴുള്ള ലൈഫ് കണ്ടിന്യൂ ചെയ്യേ, പെറുപെറുപ്പ് കണ്ടിന്യൂ ചെയ്യേ. ആമേൻ. പെറുപെറുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കുള്ള മന്ന കിട്ടും. സ്തോത്രം. മന്നയൊന്നും അധികം വെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ദൈവം അനുവദിച്ചതിനപ്പുറം ഒന്നും വെട്ടിപ്പിടിക്കാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മന്നയൊക്കെ അധികം പറക്കി കഴിഞ്ഞാൽ ക്രമിച്ചു പോകും. ഒന്നും ഒരു പരിധിക്കപ്പുറം നമ്മൾ ഇന്ന് വെട്ടിപ്പിടിച്ചും നേടുന്നതൊന്നും ഒരു പരിധിക്കപ്പുറം നമുക്ക് സംതൃപ്തി തരികയില്ല. എന്ത് വേണം? മന്ന മതിയോ, മഹത്വം മതിയോ? നമുക്ക് വേണ്ടത് മഹത്വമാണ്. മന്ന മതിയെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. മഹത്വം മതിയെങ്കിൽ ദൈവത്തോട് പറയാം, നിന്റെ മുഖം ഞങ്ങൾക്കൊന്ന് കാണണം. സ്തോത്രം. നിന്റെ തേജസ്സ് ഞങ്ങൾക്കൊന്ന് ദർശിക്കണം. മന്ന കൊണ്ട് ഈ മേഘത്തിൻ കീഴിൽ മാത്രം കൈയടിച്ചും ഉടുപ്പ് ഇസ്രായേൽ, ഞാൻ വളരെ രസകരമായ ആ ഭാഗമൊക്കെ ചിന്തിക്കാറുണ്ട്. ചെരുപ്പ് 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 എന്ന് പറയുമ്പോൾ ആത്മാവിലാവും സന്തോഷം. സ്തോത്രം. ഹല്ലേലൂയ. ഉടുപ്പ് 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 എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബന്ധമേ ഇസ്രായേലും ദൈവമായിട്ടുള്ളൂ. ആ വെള്ളം, പാറ പാറ മാറ പാറ പാറ പാറ, ഓക്കെ, ഗ്ലോറി. പിന്നെ മറ്റേ പുള്ളി ഒന്നുകൂടെ കിട്ടുമെന്ന് ചോദിക്കും. ഏതാ? മാറ, പാറ, വെള്ളം. സ്തോത്രം. ഉടുപ്പ്, ഇതെല്ലാം കാര്യസാധ്യങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താണെന്നറിയാമോ? നിങ്ങൾ നോക്കി, പർവ്വതത്തിന് മുകളിലേക്ക് വരുന്ന മോശ, ഇവിടെ കയറി വരിക എന്ന് മോശയോട് ദൈവം പറയുമ്പോൾ ആ ഭാഗം എനിക്ക് ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ളത്. താഴ്വരയിൽ മേഘം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, താഴ്വരയിൽ മേഘം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, താഴ്വരയിൽ ഇറച്ചി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, താഴ്വരയിൽ ഉടുപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, താഴ്വരയിൽ അന്നന്നത്തേക്കുള്ള സകല സാധ്യതകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മോശയോട് പറഞ്ഞു, നീ ഇവിടെ കയറി വാ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഒരു ബഹുഭൂരിപക്ഷത്തെ താഴെ നിർത്തിയിട്ട് മഹത്വം കുതിച്ചവനെ വേർതിരിച്ച് മാറ്റി നിർത്തി, കൂട്ടുകാര് സംസാരിക്കുന്ന പോലെ, 2 സ്നേഹിതർ സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിച്ച ദൈവത്തിന്റെ നീതി. എന്തു വേണം നിങ്ങൾക്ക്? മഹത്വം മതിയോ, മന്ന മതിയോ? മന്ന മതിയെങ്കിൽ താഴ്വരയുടെ പാഠം നല്ലത്. താഴ്വരയിൽ തങ്ങാം, താഴ്വര കൊണ്ട് തൃപ്തരാകാം. മഹത്വം മതിയെങ്കിൽ താഴ്വര കൊണ്ട് തൃപ്തരാകരുത്. അതിനപ്പുറം ദാഹത്തോടെ കരയണം, കർത്താവേ നിന്റെ മുഖം ഞങ്ങൾക്കൊന്ന് കാണിക്കണം. കർത്താവ് മുഖം മാറ്റുവോ? കർത്താവ് മുഖം മാറ്റുവോ? കർത്താവ് മുഖം മറയ്ക്കുമോ? നമ്മളെല്ലാവരും ഒരു ഹോളിലായിരുന്നെങ്കിൽ നിങ്ങളാരും ഇങ്ങനെ അനങ്ങാതിരിക്കില്ലായിരുന്നു. സ്വത്രം. ഇതിങ്ങനെ മ്യൂട്ട് ചെയ്യണം, ഓണാക്കണം, അൺമ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പൊ നിങ്ങളുടെ ഈ അനങ്ങാതിരിക്കുന്ന അവസ്ഥയ്ക്ക് ഞാൻ സ്വത്രം ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുന്നു, ഞാൻ തന്നെ മറുപടി പറയുകയാണ്. എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷന തലയെങ്കിലും ഒന്ന് ആട്ടിക്കാണിക്കണം. സ്തോത്രം. ആമേൻ. നമുക്ക് മഹത്വവും മന്നയും, മന്ന മതിയെങ്കിൽ ഇതൊക്കെ മാത്രം മതി, താഴ്വര കൊണ്ട് സംതൃപ്തരായി പോകാം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ദൈവം മുഖം മറയ്ക്കുമോ? മുഖം മറയ്ക്കും, മുഖം മറയ്ക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ച് കളയും. നിങ്ങളെ എത്ര തന്നെ അപേക്ഷ കഴിച്ചാലും ഞാനത് കേൾക്കുകയില്ല. സ്വത്രം. ആ എത്ര തന്നെ അപേക്ഷ എന്നുള്ളിടത്ത് 3-ഉം 7-ഉം 7 വെള്ളിയും 21 ചൊവ്വയും എല്ലാം ചേർത്തോണം.
അകൃത്യമകത്തുള്ളവന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. ഈ പിണക്കമുള്ളവന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. വെറുപ്പുള്ളവന്റെ പ്രാർത്ഥന ദൈവത്തിന് വേണ്ട. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദമല്ല. നിങ്ങൾ എത്ര തന്നെ അപേക്ഷിച്ചാലും ഞാൻ അതിനെ കേൾക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അകൃത്യമുള്ളവന്റെ മുമ്പിൽ തമ്പുരാൻ മുഖം മറച്ചു പിടിക്കും. പക്ഷേ അകൃത്യമേറ്റു പറഞ്ഞ്, ലംഘനമേറ്റു പറഞ്ഞ്, കർത്താവേ, ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ കഷ്ടതയുടെ നടുവിൽ കഷ്ടതയ്ക്ക് തക്കതായ കുറെ കാര്യസാധ്യമോ രോഗസൗഖ്യമോ അത്ഭുതങ്ങളൊന്നും അതാത് നിലകളിൽ വന്നില്ലെങ്കിൽ തമ്പുരാനെ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ എന്ന് നമുക്ക് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാനൊന്ന് ഓടി വരട്ടെ. പ്രിയരെ, നിങ്ങൾ നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് സ്വർഗീയ ദർശനം കാണുകയാണ്. തൻ്റെ ഞാനൊരു 3 പേരെ ഒന്ന് കൊണ്ടുവരാം നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ ആദ്യ പടിയിൽ, ആത്മീയ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ താൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ കാണുന്നു. 2 പേരെയും കൂടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. മറ്റൊന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങളാണ്. യോഹന്നാൻ സ്വർഗം കണ്ട മറ്റൊരു വ്യക്തിയാണ്. സ്വർഗീയ ദർശനം കണ്ട മറ്റൊരു വ്യക്തിയാണ് അപ്പോസ്തലനായ യോഹന്നാൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ താൻ ക്രിസ്തു ദർശനം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ, യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ആത്മീയ ജീവിതത്തിന്റെ മധ്യകാലഘട്ടങ്ങളിൽ താൻ ക്രിസ്തു ദർശനം ഉണ്ടാകുകയാണ് തനിക്ക്. സ്തോത്രം. ഇവിടുത്തെ ഭാഗം നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരാരും ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്തതും അറിഞ്ഞുകൂടാത്തതുമായ കാര്യങ്ങൾ എന്ത് ചെയ്തു? താൻ അവിടെ കേട്ടു. ആരും അറിയാൻ പാടില്ല. ഇനി മറ്റൊന്ന്, ഇവിടെ യോഹന്നാൻ കണ്ട ദർശനമോ? യോഹന്നാൻ കണ്ട ദർശനത്തിൽ വളരെ ഗൗരവമായി പറയുന്നു, നീ കണ്ടത് എന്ത് ചെയ്യണം? നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതണം. എന്നിട്ട് 7 സഭകളുടെയും പേര് പറഞ്ഞിട്ട് പറയുന്നു, ഇത് അവർക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നീ കണ്ടത് എഴുതാനുള്ളതാണ്, പറയാനുള്ളതാണ്, പ്രസംഗിക്കാനുള്ളതാണ്, വ്യാഖ്യാനിക്കാനുള്ളതാണ്. എന്നാൽ യോഹന്നാനോട് കർത്താവ്, പൗലോസിനോട് കർത്താവ് പറഞ്ഞു, മിണ്ടിപ്പോകരുത്, ആരോടും പറയരുത്, ആരോടും പറയരുത്. പക്ഷേ യോഹന്നാനോട് പറഞ്ഞു എഴുതാൻ, പൗലോസിനോട് പറഞ്ഞു മിണ്ടരുത്, യോഹന്നാനോട് പറഞ്ഞു എഴുതാൻ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? പറയാം. യോഹന്നാൻ പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചത്, പൗലോസ് അപ്പോസ്തലനോട് ആരോടും പറയരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് തന്നെ അടക്കി വെച്ചതിന്റെ കാരണം, ഇത് പ്രസംഗിക്കാനുള്ളതല്ല, ഇത് പ്രബോധിപ്പിക്കാനുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്. ഇത് ജീവിക്കാനുള്ളതാണ്. നമ്മൾ ഇടയ്ക്ക് എബ്രായ ലേഖനത്തിന്റെ വാക്യത്തിൽ നിന്ന് അല്പം വിട്ടുപോയി. ഇപ്പോഴാണ് അതിന്റെ ഓർമ്മയിലേക്ക് തിരിച്ച് മനസ്സിൽ നിന്ന് ഓടി വന്നത്. ആ ഭാഗം മറ്റൊരു അവസരത്തിൽ പറയാം. എങ്കിലും ഞാനത് തൊട്ട് പറഞ്ഞു വിടാം. എബ്രായ നമ്മൾ വായിച്ച 11-ാം അധ്യായം 35-ന്റെ ബി പാർട്ടിൽ പറയുന്നു, ഞങ്ങൾക്ക് ഉദ്ധാരണമല്ല വേണ്ടുന്നത്, ഉയർപ്പാണെന്ന്. ഉദ്ധാരണത്തെ അവർ ഏറ്റവും നിസാരമായി കണ്ടിട്ട് ഉയർപ്പിനായി കാതോർക്കുകയാണ്. നോക്കണം, അവർ അനുഭവിച്ച കഷ്ടതയുടെ ബഹുവിധ പട്ടികകൾ 32 മുതൽ താഴേക്ക് പറയുന്നുണ്ട്. ഇതിന്റെ നടുവിലാണ് ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിക്കേണ്ടി വന്നപ്പോൾ, പാറയുടെ പിളർപ്പിൽ പാർക്കേണ്ടി വന്നപ്പോൾ, 36, 37
38 വാക്യങ്ങൾ ഇവിടെയൊക്കെ തങ്ങൾ അനുഭവിച്ച പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവതരിപ്പിച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ആമേൻ ഉദ്ധാരണമല്ല വേണ്ടുന്നത്, വല്ലവിധേനയും ഒരു വിടുതൽ കിട്ടണമെന്നല്ല, പകരം എങ്ങനെങ്കിലും ഇവിടെ നിന്നൊന്ന് ഉയർത്ത് കിട്ടിയാൽ മതിയെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മടങ്ങി വരുന്നു, ശ്രദ്ധിക്കണമേ. യോഹന്നാൻ കണ്ട ദർശനം, യോഹന്നാൻ കണ്ട ക്രിസ്തു ദർശനം, യോഹന്നാൻ കണ്ട കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ നോക്കിയേ. യോഹന്നാൻ എന്ന വ്യക്തി അകപ്പെട്ടു. ആരാകട്ടെ? യോഹന്നാൻ എന്ന വ്യക്തി. പക്ഷെ നിങ്ങൾ നോക്കി ആ ചരിത്രം, ആ ഭാഗങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും യോഹന്നാനെ മാത്രം കേന്ദ്രീകരിക്കുന്ന ഏതെങ്കിലും ദൂത് അവിടെ പറയുന്നുണ്ടോ? ഇന്നേക്ക് ഇത്ര മാസം നിന്റെ രോഗം മാറുന്നു, പ്രശ്നങ്ങൾ തീരുന്നു. എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. എന്റെ വീഡിയോ വളരെ സ്ലോ ആയിട്ട് കാണുന്നു. ആമേൻ. യോഹന്നാനോട് എന്തെങ്കിലും പറഞ്ഞോ? ഇത്ര മാസം അത് അഴിയുന്നു, പത്മോസിന്റെ സ്ഥിതി മാറാൻ പോകുന്നു, നീ പുറത്ത്. ഒരു നോർമൽ പെന്തക്കോസ്തുകാരനെ ആശ്വസിക്കണമെങ്കിൽ ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ ഇങ്ങനെങ്കിലും പറയണ്ടേ? നമ്മളുടെ ഇടയിൽ മാർക്കറ്റുള്ളൊരു ദൂതുണ്ട്, നിന്ദിക്കുന്നവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുമെന്ന്. കുറഞ്ഞ പക്ഷെ ഇതെങ്കിലും കേൾക്കണ്ടേ? യോഹന്നാനെ പ്രതി എന്തെങ്കിലും പറഞ്ഞോ? യോഹന്നാനെ പ്രതി ഒന്നും പറഞ്ഞില്ല. പകരം പറഞ്ഞത് മുഴുവനും ക്രിസ്തുവിനെ പ്രതി, പറഞ്ഞത് മുഴുവനും സഭയെ പ്രതി, പറഞ്ഞത് മുഴുവനും ദൈവരാജ്യത്തെ പ്രതി. കഷ്ടതയെ കിടക്കുന്ന ആരാ? യോഹന്നാൻ എന്ന വ്യക്തി. കഷ്ടതയെ കിടക്കുന്നതാരാ? യോഹന്നാൻ എന്ന ഭക്തൻ. പക്ഷെ കേട്ടത് മുഴുവനും യോഹന്നാന്റെ പത്മോസ് എന്ന് മാറുമെന്നോ, യോഹന്നാൻ എന്ന് പുറത്തു വരുന്നല്ല, ദൈവരാജ്യത്തിന്റെ വെളിപ്പാട്. എല്ലാരും നോക്കുമ്പോ യോഹന്നാൻ പത്മോസിൽ ചത്തവനെ പോലെ കിടക്കുകയാണ്. പക്ഷേ യോഹന്നാനെ നീ എവിടാ? യോഹന്നാൻ പറയും, ആമേൻ, നിങ്ങൾ നോക്കുമ്പോ ഞാൻ പത്മോസിലാണ്, ഞാൻ ചത്തവനെ പോലാണെങ്കിലും ഞാൻ മരിച്ചതല്ല, ഞാൻ എഫെസോസ് കണ്ടുകൊണ്ട് കിടക്കുക, ഞാൻ തുയധൈര കണ്ടുകൊണ്ട് കിടക്കുക. മോനെ, ആമേൻ, നീ എന്ന് പുറത്തു വരുമൊന്നും കേട്ടില്ലെങ്കിലും, മകനെ മകളെ എന്നുള്ള വിളിയൊന്നും കേട്ടില്ലെങ്കിലും, ഞാൻ കേട്ടത് മുഴുവനും ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകളാണ്. ചേർന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതുപോലെ, ഒരു മനുഷ്യനും ദർശിച്ചിട്ടില്ലാത്തതുപോലെ താൻ ആ ക്രിസ്തു ദർശനം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയാ. ചേർന്ന് രാമ യോഹന്നാൻ പുറത്തു വന്നു. ആമേൻ. എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. യോഹന്നാൻ പുറത്തു വന്നു. യോഹന്നാനെ പത്മോസിന് തകർക്കാൻ പറ്റിയില്ല. യോഹന്നാനെ അവിടുത്തെ പീഡകൾക്ക് തകർക്കാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ പുറത്തു വന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വിടുതൽ സംബന്ധിച്ച് കർത്താവ് ഒന്നും പറഞ്ഞില്ല, എന്ന് വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, താൻ പ്രാപിച്ച ദൈവീക ദർശനത്തിനകത്ത് തനിക്ക് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. സ്വത്രം എടുത്തുദ്ധരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കൃത്യതയോടെ ദൈവം അതിന് എപ്പോഴാണോ യോഹന്നാൻ അത് അനിവാര്യം, അപ്പോൾ ദൈവം അത് നൽകി. ആമേൻ. ഞാൻ ഈ രണ്ട് ഭാഗം ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യാം. പൗലോസ് സ്വർഗീയ ദർശനം കണ്ടത്, ക്രിസ്തു ദർശനം കണ്ടത് കഷ്ടതയുടെ നടുവിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ വന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം വളരെ വേഗം തീർന്നു പോകുന്നത് കൊണ്ട് ഞാൻ പ്രധാനമായതിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. പൗലോസ് സ്വർഗീയ ദർശനം കണ്ടത് കഷ്ടതയുടെ നടുവിലാണ്. യോഹന്നാനും സ്വർഗീയ ദർശനം കണ്ടത് കഷ്ടതയുടെ നടുവിലാണ്. മൂന്നാമത്തെ വ്യക്തി സ്തേഫാനോസാണ്. സ്തേഫാനോസും കല്ലേറുകളുടെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ തന്റെ ശരീരം മുഴുവനും ആമേൻ പിച്ചി ചീന്തപ്പെടുമ്പോൾ, പ്രാണൻ വിട്ടുപോകുന്ന മരണവേദന താൻ അനുഭവിക്കുമ്പോൾ, തനിക്ക് വേണ്ടി തുറന്ന ഒരു സ്വർഗം. ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, വാത്സല്യ ദൈവമക്കളെ, കർത്താവിനെ ആഴമായി കാണുന്ന ഒരു ആത്മീയ അനുഭവം നമുക്കുണ്ടാകട്ടെ. ആമേൻ. പൗലോസ് ജീവിതത്തിന്റെ ആരംഭത്തിങ്കൽ കണ്ടു, യോഹന്നാൻ ആത്മീയ ജീവിതത്തിന്റെ മധ്യത്തിങ്കൽ കണ്ടു. ആമേൻ. സ്തേഫാനോസ് തന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷത്തിൽ സ്വർഗീയ ദർശനം കാണുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താ പ്രിയരെ,
കർത്താവിനെ കാണാതെ ജീവിക്കുക എന്നത്, ക്രിസ്തു ദർശനമില്ലാതെ ജീവിക്കുക എന്നത് അസാധ്യമാണ്. നിങ്ങളുടെ വേദനകൾ ഏറുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറുമ്പോൾ, ദൈവമേ തരണേ 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 എന്ന പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ദൈവമേ അങ്ങൊന്ന് വരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, സ്ഥിതിഗതികൾക്ക് മാറ്റം വരും, നിശ്ചയമാണ്. ഉഡാരവ ശന്തനാദിയാരവ. കർത്താവിനെ കണ്ടവരാരും തളർന്നു പോയിട്ടില്ല പ്രിയരെ. അമേൻ അമേൻ. കർത്താവിനെ കണ്ടവരാരും ഉടഞ്ഞു പോയിട്ടില്ല. കഷ്ടതയുടെ നടുവിൽ, എതിർപ്പുകളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗീയ അമേൻ വെളിപ്പാടിന്റെ കലവറകളുണ്ട്. മറന്നു പോകരുത്. മാത്രമല്ല ആമേൻ, പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടെന്ന് പറയുന്നു. ഞാൻ അതിന്റെ സാഹചര്യം, പശ്ചാത്തലമൊക്കെ മറ്റൊന്നെങ്കിലും ഞാൻ ആ വാക്കിനെ മാത്രം കടമെടുക്കുന്നു. ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിന്റെ ലളിതമായ വാക്ക് ആമേൻ, അവിടെ കൊടുത്തിരിക്കുന്ന ലളിതമായ വാക്ക്, ഞങ്ങൾ ഊഹാപോഹങ്ങളെയോ ആമേൻ കിഴവിക്കഥകളെയോ ഒന്നും വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് ആമേൻ ഞങ്ങൾ അവന്റെ ശക്തി പ്രഭാവത്തിന്റെ ദൃക്സാക്ഷികളായത് കൊണ്ടാണെന്ന്. എത്ര പേർക്ക് ആ കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ അനുഭവം എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട്? നമുക്കൊന്ന് മടങ്ങി വരേണ്ട അത്യാവശ്യമല്ലേ? എബ്രായ ബാലന്മാർ കിടന്ന തീയിലേക്ക് നിങ്ങൾ നോക്കിയേ. തീയിലേക്ക് എന്റെ ചിന്ത, തീ അണയ്ക്കുന്ന മാജിക്കൊന്നും അവിടെ നടന്നില്ല. പകരം കർത്താവ് അവരിലേക്ക് ഇറങ്ങി വന്നു. നാട്ടുകാരോട് ചോദിച്ചാൽ നാട്ടുകാർ പറയും, ഭക്തന്മാരോ എബ്രായ ബാലന്മാരോ അവര് തീക്കകത്ത് വെന്തുരുകയാണ്. സമൂഹം നോക്കുമ്പോൾ വലിയ മാറ്റമൊന്നും കാണില്ല, തീക്കകത്ത് വെന്തുരുകയാണ്. പക്ഷേ എബ്രായ ബാലന്മാരോട് ചോദിക്കണം, നിങ്ങളെവിടാ? അവര് പറയും, നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ തീയില, ഞങ്ങൾ കഷ്ടതയില, ഞങ്ങൾ പ്രതികൂലത്തില, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുകയാ. അവർക്ക് പറയാനുള്ള സാക്ഷ്യം ദൈവം തന്നു എന്ന് പറയുന്ന സാക്ഷിയല്ല, ദൈവം വന്നു എന്ന് പറയുന്ന സാക്ഷിയാണ്. ദൈവം വന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക്, ആ ശക്തി പ്രഭാവത്തിന്റെ ദൃക്സാക്ഷികളായി തീരാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കൊതിയുണ്ട്? ആ കർത്താവുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വിജയം. അല്ലാതെ അതാത് സമയങ്ങളിൽ വെളിപ്പെടുന്ന കാര്യസാധ്യങ്ങളൊന്നുമല്ല പ്രിയരെ. അതൊക്കെ ദൈവം നമുക്ക് മുൻപോട്ട് പോകാൻ ചെറിയ ചെറിയ പ്രോത്സാഹനം നൽകുന്നതാണ്. അതിന്റെ ആധാരം, യഥാർത്ഥ വിശ്വാസ ജീവിതത്തിന്റെ ആധാരം ക്രിസ്തുവുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഓ ഹല്ലേലൂയ! മഹിമ കണ്ടവരെ ആരും പ്രതികൂലങ്ങളിൽ തളർന്നു പോയിട്ടില്ല. ക്രിസ്തുവിനെ കണ്ടവൻ പത്മോസിൽ തളർന്നില്ല. ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ, ചങ്ങല ഉയരട്ടെ, പ്രതികൂലം ഉയരട്ടെ, പ്രതിസന്ധി ഉയരട്ടെ, തളർന്നു പോകാത്തൊരാത്മീയ ജീവിതം പണിതെടുക്കാൻ നമുക്കും കഴിഞ്ഞേ മതിയാകത്തുള്ളൂ. ആമേൻ. ഉൽപ്പന്നങ്ങളിലേക്ക് നോക്കാതെ, ദാനത്തിലേക്ക് മാത്രം നോക്കാതെ, നമുക്ക് ദാതാവിലേക്ക് നോക്കാം, നമുക്ക് കർത്താവിലേക്ക് നോക്കാം. തമ്പുരാൻ തന്നു എന്ന് പറയുന്നതിനപ്പുറം എൻ്റെ ദൈവം വന്നു എന്ന് പറയുന്ന ഒരു സാക്ഷ്യത്തിനെ നമ്മുടെ കാതോർക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇവിടെയും സന്ദേശം പൂർണ്ണമല്ല എങ്കിലും ഹൃദയം തുറന്ന് ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിനെ കാണാതെ ആത്മീയ ജീവിതം വിജയകരമാകുകയില്ല. പാരമ്പര്യം പറയാൻ നമുക്കുണ്ടായിരിക്കാം, പാണ്ഡിത്യം പറയാനുണ്ടായിരിക്കാം, ജ്ഞാനം പറയാനുണ്ടായിരിക്കാം, അറിവുകളേറെ ഉണ്ടായിരിക്കാം. അതൊന്നും വിജയകരമായ യാത്രയിൽ നമ്മളെ തുണയ്ക്കുകയില്ല. നമുക്ക് കർത്താവിനെ മുഖാമുഖം ഒന്ന് കാണാം. രോഗം വർദ്ധിച്ചാലും കഷ്ടതയേറിയാലും അതിന്റെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിന്റെ ആ മുഖമൊന്ന് ദർശിക്കാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്, കർത്താവേ നിന്റെ മുഖം ഞങ്ങളുടെ മേലൊന്ന് പ്രകാശിപ്പിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. പൗലോസ് അവിടെ എന്ത് കണ്ടു എന്നോ എന്ത് ചെയ്തു എന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. പക്ഷേ താൻ പറഞ്ഞ പ്രസ്താവനകൾ കേൾക്കുമ്പോഴറിയാം, ആമേൻ, താൻ റോമാലേഖനം 8:18 പറയാൻ തന്നെ പ്രാപ്തമാക്കിയ ആഴമേറിയ കൂടിക്കാഴ്ച താൻ അവിടെ കണ്ടു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ
സാരമില്ല എന്നെണ്ണുന്ന ആ ആഴമേറിയ വെളിപ്പാട് താൻ അവിടെ പ്രാപിച്ചു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്കേറെ ഇഷ്ടമെന്ന് പറയുമാറ് തന്നെ പ്രാപ്തമാക്കിയ ഒരു ദൈവിക ഇടപെടൽ താൻ ആ കൂടിക്കാഴ്ചയിൽ പ്രാപിച്ചു. പ്രിയരെ, ഒരു പത്മോസ് കൊണ്ട് തളർന്നു പോകാത്ത, ഒരു കല്ലേറ് കൊണ്ട് ഒരു വേള പോലും നിലവിളിക്കാൻ അനുവാദം കൊടുക്കാതെ തങ്ങളുടെ പ്രതികൂലങ്ങളിൽ സ്വർഗം തുറന്ന് തന്റെ ദർശനത്തെ നൽകിയെങ്കിൽ ഈ തലമുറയിലും നമ്മളോട് ചിലത് പറയാൻ ദൈവത്തിനുണ്ട്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ. അങ്ങ് തരുന്നതിനെല്ലാം ആമേൻ. അങ്ങ് തന്നില്ലേലും ആമേൻ. അങ്ങ് വിടുവിച്ചാൽ ആമേൻ, വിടുവിച്ചില്ലേലും ആമേൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാര്യസാധ്യങ്ങൾ കൊണ്ട് അതിരിടുന്ന ഒരു സാധാരണ ബന്ധത്തിനപ്പുറം അപ്പച്ചാ, അങ്ങയുടെ ആഴങ്ങളെ ദർശിപ്പാൻ, അങ്ങയുടെ രഹസ്യങ്ങളെ ആഴാഞ്ഞറിയുന്ന ആഴമേറിയ ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണം. ആ സ്വർഗീയ വെളിപ്പാടിലേക്ക് ഞങ്ങളെ എത്തിക്കണം. സ്വർഗീയ ദർശനത്തിന്റെ ആ അനുഭവത്തെ ദൈവം ഞങ്ങൾക്ക് നൽകണം. തൻ്റെ മക്കൾക്ക് ദൈവം നൽകണം. ഈ രാത്രിയിലും കർത്താവ് ജയകരമായൊരു അനുഭവത്തിലേക്ക് നിന്റെ മക്കളെ നയിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങയുടെ നാമം ചൊല്ലി സഭയെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ 2 സെഷനുകളായി കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുകയും ദൈവവചനം പറയുവാൻ സ്വാതന്ത്ര്യത്തോടെ അവസരം ഒരുക്കി തരികയും ചെയ്ത ദൈവദാസന്മാരോട്, വിശേഷാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്ത് വർത്തമാനദാസനോടും ഹൃദയമായി നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, കർത്താവിനോടുള്ള ആഴമേറിയ കൂടിക്കാഴ്ചയ്ക്കായി വില കൊടുക്കാം. ആ കൂടിക്കാഴ്ച നമ്മളെ എങ്ങും തളർത്തുകയില്ല. ആമേൻ. ദൈവം നമ്മെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.